നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് ആണ്. ദ ടവർ, ദ ഡെവിൾ, ദ മജിഷ്യൻ, Five of Wands, 4 of Cups, the Sun. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിലെ ആദ്യത്തെ കാർഡ് ദ ടവറാണ്. ഇത് അവർക്ക് മുമ്പുണ്ടായിരുന്ന അഹങ്കാരം, തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ ആത്മവിശ്വാസം പെട്ടെന്ന് തകർന്ന് തരിപ്പണമായി എന്നാണ് കാണിക്കുന്നത്. താൽക്കാലികമായി കെട്ടിപ്പടുത്ത സങ്കല്പങ്ങളെല്ലാം ഇല്ലാതായി. പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടായ എന്തോ ഒരു സംഭവമോ തിരിച്ചടിയോ കാരണം അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതുവരെ നിലനിന്നിരുന്ന പഴയ ചിന്താരീതികളും പെരുമാറ്റവും മാറിയേ തീരൂ എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അഹങ്കാരം തകർന്ന് പഴയ അവസ്ഥകളെല്ലാം മാറിമറിഞ്ഞ് പുതിയൊരു രീതിയിൽ നിങ്ങളെ സമീപിക്കാൻ അവരെ നിർബന്ധിതമാക്കിയ വഴിത്തിരിവിനെയാണ് ഇവിടെ ദ ടവർ കാർഡ് കാണിക്കുന്നത്. ഈ റീഡിങ്ങിൽ ദ ഡെവിൾ കാർഡും വന്നിട്ടുണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. സ്വന്തം ഈഗോയോ തെറ്റായ ബന്ധങ്ങളോ കാരണം ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാതെ അവർ ഇതിലേക്ക് തന്നെ കെട്ടിയിട്ടപ്പെട്ടിരുന്നു. എന്നാൽ ദ ടവർ കാർഡിനെ തൊട്ടടുത്ത് ഈ കാർഡ് വന്നതുകൊണ്ട് അവരെ ബന്ധിച്ചിരുന്ന ആ തെറ്റായ ഭ്രമങ്ങളും ഈഗോയുടെ കെട്ടുകളും ഇപ്പോൾ പൊട്ടിപ്പോവുകയാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. നിങ്ങളെ തിരികെ വേണമെന്നുള്ള അവരുടെ ചിന്തയിൽ ഒരല്പം ആവേശവും തീവ്രമായ ആകർഷണവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അവരെ അനാവശ്യമായി തടഞ്ഞു നിർത്തിയിരുന്ന വിഷമയമായ ചിന്തകളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പുറത്തു കടന്ന് നിങ്ങളിലേക്കുള്ള ആകർഷണം സഹിക്കാനാവാതെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അവർ ഉള്ളത് എന്നാണ് ദ ഡെവിൾ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ദ മജിഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് തകർന്ന കാര്യങ്ങൾ ശരിയാക്കാനും നിങ്ങളെ തിരികെ നേടാനും വേണ്ടി അവർ സ്വന്തം ബുദ്ധിയും കഴിവുകളും തന്ത്രങ്ങളും ഉപയോഗിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. വെറുതെ ഇരിക്കാതെ ഈ അവസ്ഥയെ മാറ്റിയെടുക്കാൻ സാധ്യമായ എല്ലാ വഴികളും അവർ പ്രയോഗിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ റീഡിങ്ങിൻ്റെ സന്ദർഭത്തിൽ 5 ഓഫ് വാൻഡ്സ് സൂചിപ്പിക്കുന്നത് തങ്ങളുടെ മുൻപത്തെ തെറ്റായ നിലപാടുകളും ഇപ്പോഴത്തെ ആഗ്രഹവും തമ്മിൽ അവരുടെ ഉള്ളിൽ നടക്കുന്ന വലിയൊരു വടംവലിയെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. സ്വന്തം മനസ്സിനോട് തന്നെ അവർ പൊരുതുന്ന അവസ്ഥയാണിത്. സാഹചര്യങ്ങളോടും സ്വന്തം ആശയക്കുഴപ്പങ്ങളോടും പൊരുതിയാണ് അവർ മുന്നോട്ട് വരുന്നത്. 4 ഓഫ് കപ്സ് ഈ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. മുമ്പ് നിങ്ങളുടെ സ്നേഹവും മൂല്യവും തിരിച്ചറിയാതെ നിരാകരിച്ചതിനെക്കുറിച്ചോ അവഗണിച്ചതിനെക്കുറിച്ചോ ഉള്ള കടുത്ത നിരാശയോടെയുള്ള ഓർമ്മകളുമാണ് അവർക്കുള്ളത്. നിങ്ങളെ വീണ്ടും സ്വന്തമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനായി എങ്ങനെ മുൻപോട്ട് വരണമെന്ന് ആലോചിച്ച് മടിച്ചു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയെയും ഈ കാർഡ് കാണിക്കുന്നുണ്ട്. ഈ റീഡിങ്ങിൻ്റെ സന്ദർഭത്തിൽ ദ സൺ കാർഡ് സൂചിപ്പിക്കുന്നത് മുൻപത്തെ കാർഡുകളിൽ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ തകർച്ചയ്ക്കും മാനസിക പോരാട്ടങ്ങൾക്കും ശേഷമുള്ള വലിയൊരു വ്യക്തതയെയും വിജയത്തെയുമാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളെ തിരികെ നേടാനുള്ള അവരുടെ പോരാട്ടം ഒടുവിൽ വിജയത്തിലെത്തുന്നു. എല്ലാ കൺഫ്യൂഷനും മാറി കാര്യം വ്യക്തമായി മനസ്സിലായി പുതിയൊരു സന്തോഷകരമായ തുടക്കവും ഊഷ്മളമായ സ്നേഹബന്ധവും വീണ്ടും സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. ഈഗോയും
മാസ്കുകളും എല്ലാം മാറ്റിവെച്ച് വളരെ സത്യസന്ധമായ തികഞ്ഞ സന്തോഷത്തോടെ നിങ്ങളെ സമീപിക്കാൻ അവർ തയ്യാറെടുക്കുന്നു. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഖേദിക്കുകയും നഷ്ടപ്പെട്ട നിങ്ങളുടെ സ്നേഹം തിരികെ വേണമെന്ന ചിന്തയിൽ മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയെയാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ ഇരുണ്ട ഘട്ടങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം പ്രകാശപൂർണമായ പ്രതീക്ഷ നൽകുന്ന റീഡിങ്ങിൻ്റെ പോസിറ്റീവായ അന്തിമഫലത്തെയാണ് ഈ റീഡിങ്ങിലെ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.